സംസ്ഥാനങ്ങളിൽ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയതാണ്. എന്നാൽ തമിഴ്നാട്ടിൽ നാഗർകോവിലിലും പുളിയറയിലുമൊക്കെ തന്നെ ഇപ്പോഴും ചെക്ക് പോസ്റ്റുകൾ സജീവമാണ്. അത് എന്തിനു വേണ്ടിയാണ്? മുൻകാലങ്ങളിലെ പോലെ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണോ? അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് മാതൃഭൂമി ന്യൂസ്. തമിഴ്നാട് ചെങ്കോട്ടയിൽ നിന്ന് മെറ്റൽ കയറ്റി വരുന്നതാണ് ഈ ലോറി. ഈ ലോറി കയറിയാണ് നമ്മൾ അതിർത്തി ചെക്ക് പോസ്റ്റ് കടക്കാൻ പോകുന്നത്. തനി തമിഴ്നാടൻ ഗ്രാമപ്രദേശം. ആ ഗ്രാമവീഥികളിലൂടെ ഹൈവേയിലേക്ക് നമ്മൾ കടക്കുകയാണ്. പുളിയറ ചെക്ക് പോസ്റ്റിന് സമീപത്ത് വാഹനത്തിന്റെ ഭാരം തൂക്കാൻ വേണ്ടിയുള്ള കേന്ദ്രങ്ങളുണ്ട്. അവിടെ എത്തി വാഹനത്തിന്റെ ഭാരം ആദ്യം തൂക്കും. അതിനുശേഷമാണ് ചെക്ക് പോസ്റ്റിലേക്ക് കടക്കുന്നത്. ഭാരം രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് RTO ചെക്ക് പോസ്റ്റിൽ നൽകണം. പക്ഷേ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, 200 രൂപയിൽ കുറയാത്ത ഒരു നോട്ടും അതിൻ്റെ ഒപ്പം വെക്കണം. പണം എത്ര കൂടിയാലും കുഴപ്പമില്ല, 200-ൽ താഴരുത്. വേബിളിൽ നിന്ന് ലഭിച്ച ബില്ലും 200 രൂപയായിട്ടാണ് പോകുന്നത്. പണവുമായി ചെക്ക് പോസ്റ്റിനുള്ളിലേക്ക്. പണം വാങ്ങുന്നത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വലിയ ഗ്ലാസ് ഉപയോഗിച്ച് മറ തയ്യാറാക്കിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിനൊപ്പം ഞങ്ങളും നൽകി 200 രൂപ. ഉദ്യോഗസ്ഥർ കൃത്യമായി അത് കീശയിലാക്കി. ആദ്യം RTO ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ 200 രൂപയാണ് കൈക്കൂലിയായി വാങ്ങിയത്. വീണ്ടും ഒരു തവണ കൂടി അതുവഴി യാത്ര ചെയ്യുകയാണ്. പണം നൽകി. മുമ്പത്തേതിന് സമാനമായ സ്ഥിതി. പുളിയറയിലെ RTO ചെക്ക് പോസ്റ്റിൽ നൽകേണ്ടി വന്നത് 200 രൂപ. ബില്ലുമില്ല, യാതൊരുവിധ രേഖകളുമില്ല. നിരനിരയായി റോഡിൽ കിടക്കുന്ന ലോറികളിൽ നിന്ന് തൊഴിലാളികൾ ഓടിയിറങ്ങി RTO ചെക്ക് പോസ്റ്റിലേക്ക് കയറുന്നു. പണം നൽകുന്നു. യാതൊരു പരിശോധനയുമില്ലാതെ വാഹനം മുന്നോട്ട് നീങ്ങുന്നു. ഒരു വാഹനത്തിൽ നിന്ന് 200 രൂപയാണ് വാങ്ങുന്നത്. അതൊരു ചെറിയ തുകയാണ് എന്ന് കരുതി തള്ളിക്കളയേണ്ട. കണക്ക് വളരെ വലുതാണ്. ഒരു ദിവസം രാത്രി ശരാശരി 1200 ലോറികൾ ചെക്ക് പോസ്റ്റ് വഴി കടന്നു പോകുന്നു എന്നാണ് കണക്ക്. അതായത് ഇത്രയും വാഹനങ്ങളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ജീവനക്കാർ നേടുന്നത് 2,40,000 രൂപ. ഇനി വാഹനങ്ങളുടെ എണ്ണം 1000 ആയാൽ കൈക്കൂലി 2 ലക്ഷം. ഇനി ലോറികളുടെ എണ്ണം 500 ചുരുങ്ങിയാലും കൈക്കൂലി 1 ലക്ഷം കയ്യിലിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് ഉദ്യോഗസ്ഥർ ലക്ഷപ്രഭുക്കളാകുന്നു. ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രം നിർത്തലാക്കിയതാണ്. എന്നിട്ടും കൈക്കൂലിക്ക് വേണ്ടിയാണ് ഇവർ ചെക്ക് പോസ്റ്റ് തുറന്നു വച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ എല്ലാത്തരം അഴിമതികളും ഇല്ലാതാക്കുമെന്നാണ് പുതിയ മുഖ്യമന്ത്രി വിജയുടെ പ്രഖ്യാപനം. അങ്ങയുടെ കണ്ണുകൾ, അങ്ങയുടെ സർക്കാരിന്റെ കണ്ണുകൾ ഈ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലേക്ക് കൂടി നീളണം. വർഷം തോറും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ ചെക്ക് പോസ്റ്റുകളിൽ നടക്കുന്നത്. ആര്യങ്കാവിൽ നിന്ന് ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ നായർ നമുക്കിപ്പമുണ്ട്. കണ്ണൻ, ഇതൊരു സംഘടിത കൊള്ള അങ്ങനെ തന്നെ കരുതേണ്ടി വരുമല്ലോ. ഇപ്പോൾ കേന്ദ്രം നിർത്തലാക്കിയ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ സംഘടിതമായി തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് ആകെ ഇത്തരം പിരിവിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ തുറന്നു വച്ചിരിക്കുന്നു. ഇത് ആര്യങ്കാവ് ഭാഗത്തെ ചെക്ക് പോസ്റ്റിൽ മാത്രമാണോ അതോ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ വ്യാപകമായി ഇത്തരം വലിയ കൊള്ള പിരിവ് തുടരുകയാണോ? രതീഷ്, കേരള തമിഴ്നാട് അതിർത്തിയിൽ രണ്ട് സ്ഥലത്താണ് ചെക്ക് പോസ്റ്റുകൾ ഉള്ളത്. ഒന്ന് കേരളത്തിൻ്റെ ഭാഗത്തും മറുഭാഗത്ത് പുളിയറ മേഖലയിൽ തമിഴ്നാടിൻ്റെ ഭാഗത്തും. ഈ പുളിയറ മേഖലയിലുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കൊള്ള നടക്കുന്നത്. സംഘടിതമായിട്ടുള്ള കൊള്ള എന്ന് തന്നെ പറയണം. കാര്യം കേന്ദ്ര സർക്കാർ ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കിയതാണ്. അതിനുശേഷവും ഇവർ വാഹനങ്ങളുടെ തൂക്കം പരിശോധിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങാനെന്ന വ്യാജേന ഇത്തരത്തിൽ പണം സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ പണം നൽകിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള നടപടി ഈ ലോറി ഉടമകൾക്ക് മേലുണ്ടാകും. കാര്യം ഈ കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മെറ്റിലും കരിങ്കല്ലും ഒക്കെ തന്നെ ആ തെങ്കാശി പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലായി കൊണ്ടുവരുന്നത്. നാഗർകോവിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലായി കൊണ്ടുവരുന്നത്. ആ സ്ഥലത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് ഇപ്പോൾ പൈസ നൽകേണ്ടി വരുന്നത്. ചിലപ്പോൾ ചില ലോറി ഉടമകൾക്ക് 10 വാഹനമെങ്കിലും ലോറിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ തന്നെ ഒരു ദിവസം ഒറ്റ യാത്രയിൽ തന്നെ 2,000 രൂപ നഷ്ടമാകുകയാണ്. അതിന് സമാനമായി ഒരു ദിവസം ഏതാണ്ട് 1200 ലോറി വരെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. അങ്ങനെ കടന്നു പോകുമ്പോൾ വലിയൊരു തുക
ഈ ഉദ്യോഗസ്ഥർ കൈക്കലാക്കുന്നത്. ദിവസം കൊണ്ട് 2.5 ലക്ഷം രൂപയിലേക്ക് അവരുടെ കൈക്കൂലി തുക എത്തുന്നു. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രം കീഴടക്കുകയാണോ എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. കാര്യം അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇതിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാവണം. കാര്യം വിജിലൻസ് അടക്കമുള്ള വിഭാഗങ്ങൾ അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്, അവിടെ പണം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാലും ഈ സംവിധാനം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട് വണ്ടികളിൽ നിന്ന് അവർ പൈസ വാങ്ങിക്കുന്നില്ല. കേരളത്തിലേക്ക് വരുന്ന വണ്ടികളിൽ നിന്നാണ് കൂടുതലായി പണം ഈടാക്കുന്നത്. കാര്യം തമിഴ്നാട് വണ്ടികളിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ വിവാദമാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാവണം ഇത്തരത്തിൽ കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടികളിൽ നിന്ന് കൂടുതലായി പണം ഈടാക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു കൊള്ള എന്ന് തന്നെ പറയേണ്ടി വരും. ബാക്കിയുള്ള സ്ഥലങ്ങൾ അവിടെ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. പക്ഷേ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റിൽ ഇത്തരത്തിലുള്ള ഒരു പണം വാങ്ങുന്ന രീതിയിലേക്ക് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അവിടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. എന്നാൽ നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു പണം വാങ്ങുന്ന രീതി നമുക്ക് കാണാൻ സാധിച്ചില്ല. രാത്രി ഏതാണ്ട് 10 മുതൽ ഏതാണ്ട് പുലർച്ചെ 4 വരെയാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. ആ സമയത്താണ് വലിയ രീതിയിലുള്ള കൊള്ള ഈ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ നടത്തുന്നത്. ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇപ്പോൾ പല ആൾക്കാർ ഈ വാർത്ത സംപ്രേഷണം ചെയ്ത നമ്മൾ രാവിലെ വാർത്ത സംപ്രേഷണം ചെയ്തതാണ്. അതിനുശേഷം പല ലോറി ഡ്രൈവർമാരും ലോറി ഉടമകളും ഒക്കെ തന്നെ വിളിച്ച് മറ്റ് പല ചെക്ക് പോസ്റ്റുകളിലും കർണാടകയിലെ ചില അതിർത്തിയിലെ ചില ചെക്ക് പോസ്റ്റുകളിലും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പുളിയറയിൽ മാത്രമല്ല എന്ന് പറയുന്നത്. പക്ഷേ കേരള അതിർത്തിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ RTO ചെക്ക് പോസ്റ്റുകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ അതിർത്തികളിലില്ല. അതുകൊണ്ട് തന്നെ അവിടെ അഴിമതി ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ നമ്മൾ കാണിച്ചത് പുളിയറയിലെ ദൃശ്യങ്ങളാണ്. ഒരു മറയുമില്ലാതെ ഈ പണം വാങ്ങിക്കുന്നു. ബില്ലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ പണം വാങ്ങിക്കുന്നതിന് ബില്ലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഒരു മറുപടിയില്ല. പൊക്കോളാൻ പറയുകയാണ്. ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പണവും വാങ്ങിച്ച് അവിടെ വെച്ചിട്ട് പൊക്കോളാൻ പറയുകയാണ്. അതായത് ഒരു കൈക്കൂലിയാണ്, അഴിമതി പണമാണ്. ഈ അഴിമതി പണം ഒരു ദിവസം കൊണ്ട് ലക്ഷപ്രഭു ആവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇതുവരെ യാതൊരു നടപടിയും തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇനി കേരളം സംസ്ഥാന തലത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ ചിലപ്പോൾ നടപടി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പുതിയ സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. വിജയ് ആണ് മുഖ്യമന്ത്രി. അദ്ദേഹമൊക്കെ തന്നെ ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ലോറി ഉടമകൾ മുന്നോട്ട് വെക്കുന്നത്.